ഫലസ്തീനിൽ നിന്ന് പിരിഞ്ഞുപോയ ആദ്യഘട്ടത്തിൽ, യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, യുദ്ധം എന്നൊക്കെ പറയുന്നത് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വേർഡ് എടുക്കുകയാണ് കേട്ടോ. ഒരു നിസ്സഹായരാകുന്ന സമൂഹത്തിന് മുന്നിൽ അവരുടെ വസ്തുവകകൾക്ക് മുകളിൽ, അവരുടെ മക്കൾക്ക് മുകളിൽ ക്രൂരമായ രീതിയിൽ ക്ലസ്റ്റർ ബോംബും മറ്റും കൊണ്ടുപോയി ചെരിയുന്നതിന് യുദ്ധം എന്നല്ല പറയാം. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ അവരുടെ തന്നെ നിർദ്ദേശം മാനിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോയ ആളുകളെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ചെന്ന് ബോംബിട്ട് തകർക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രൗര്യം നമ്മൾ ഫലസ്തീനിൽ കാണുന്നു. സമാധാന കരാറിൽ ഒപ്പുവെക്കുക, എന്നിട്ട് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, മടങ്ങി വന്നോളൂ എന്ന് പറയാം. ആ പാവപ്പെട്ട മനുഷ്യന്മാർ വിവിധയിടങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നിടത്തു നിന്ന് സന്തോഷത്തോടുകൂടെ മടങ്ങി വരുന്നു. ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ പള്ളികൾ നിർമ്മിക്കുന്നു, ചെറിയ രീതിയിലുള്ള താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അവരവിടെ സെറ്റിലാകുമ്പോൾ അവിടെ കൊണ്ടുവന്ന് നിരമ്പെളുക്കുവോളം ബോംബിട്ടുകൊണ്ടിരിക്കുക. ഭക്ഷണ വിതരണത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കൂട്ടുക. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾ ഭക്ഷണം കാണുന്ന ആർത്തിയിൽ ഓടി വന്ന് വട്ടം പിടിച്ചു നിൽക്കുമ്പോൾ ക്രൂരരാകുന്ന സയനിസ്റ്റ് പട്ടാളക്കാരൻ തുരുതുര വെടിവെച്ച് 60-70 പിഞ്ചുമക്കളെ കൊന്നുകൊണ്ടിരിക്കുക. നീതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.